വെറുതെ വന്ന് എന്നെ ഇടിച്ചതാ. എന്നെ ഇടിച്ചേക്കണയാള് എന്റെ വെറുതെ വന്ന് എന്നെ ഇടിച്ചതാ. എന്നെ ഇടിച്ചേക്കണയാള് എന്റെ പാടല്ല. അർജുൻ എന്ന് പറയുന്ന ഒരു സീരിയൽ നടൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ അറിയാവുന്നവർ അറിയുക, ഇല്ലാത്തവർ സെർച്ച് ചെയ്ത് ആളെ കണ്ടുപിടിക്കുക. എന്തായാലും ഫോട്ടോയുടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ആക്സിഡന്റുകൾ റാൻഡമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി വണ്ടിയിൽ ഇടിച്ചിട്ട് അവനെ എടുത്തിട്ട് ഇടിക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കും. നമ്മളെ ചിലപ്പോൾ കൈവത്തത്തിൽ നമ്മൾ ഒരുത്തന്നെ വണ്ടിയിൽ തട്ടിയിട്ട് നമ്മൾ അവനെ തന്നെ എടുത്തിട്ട് ഇടിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കാൻ. അവൻ കിളി പറഞ്ഞിരിക്കുന്നു, അത് ഇടിച്ച് പത വരുത്തുന്ന കാര്യം ആലോചിച്ച് നോക്കും. ആ സംഭവമാണ് ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ആളുടെ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഒരു ഓട്ടോക്കാരനെ വലാരവട്ടമാണെന്ന് തോന്നുന്നു, ഒരു ഓട്ടോക്കാരന് അവന്റെ വണ്ടിയിൽ പോയി ഇടിച്ചിട്ട് അവനെ എടുത്തിട്ട് ഇടിച്ചിരിക്കുന്നു. നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്തായാലും ഓട്ടോക്കാരൻ പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കേൾക്കാം. റോഡിൽ കൂടി കയറി വന്നായിരുന്നു. അപ്പൊ ഞാൻ ഹൈവേ കൂടി വന്നു. അപ്പൊ വണ്ടി മുട്ടിയില്ല. അപ്പൊ ഞാനത് കയറി പോയിട്ട് അയാള് ബാക്കിൽ കൂടി വന്നിട്ട് എന്നെ മുന്നോട്ട് വെട്ടിക്കുകയും ചെയ്ത് എന്റെ വണ്ടിക്ക് മുട്ടിക്കുകയും ചെയ്തു. മുട്ടിച്ചിട്ട് അയാൾ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ പുള്ളി ഇറങ്ങിയിട്ട് എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത് ഇറക്കിയിട്ട് പുറത്തോട്ട് രണ്ടുമൂന്ന് ഒരു പ്രലോഭനമില്ലാണ്ട് വെറുതെ അയാൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന മദ്യം കഴിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും എന്നെ മുട്ടിച്ചാണ്, ഞാൻ മുട്ടിയിട്ടില്ല. എന്നിട്ട് വെറുതെ വന്നിട്ട് നിങ്ങളെ മർദ്ദിച്ച? വെറുതെ വന്ന് മർദ്ദിച്ചാണ്. അതായത് ഒരു ആവശ്യമില്ല, നമ്മ ആരും തിരിച്ചിടിച്ചില്ല പുള്ളിനെ. എന്നിട്ട് വലിച്ചിന് ഇട്ടിട്ട് നോത്തിട്ട് ഇടിച്ച് ഇവിടെ ഇട്ടിടിച്ച് പുറത്തിട്ട് രണ്ടിടി ഇടിച്ച്. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അവര് ചെക്കപ്പൊക്കെ ചെയ്ത് അപ്പോഴും വേനയുണ്ട്. ഇവിടെ പുറത്തിട്ടൊക്കെ വേനയുണ്ട്. അടിച്ചില്ല. അയാള് മദ്യവെച്ചിട്ടുണ്ടെന്നുള്ള ഒരു തോന്നുന്നു. ഞാൻ അപ്പൊ സ്മെല്ലും ഉണ്ടായി പുള്ളിക്ക്. പരാതി കൊടുത്തില്ലേ പോലീസ് സ്റ്റേഷനിൽ? പാലാട്ടം പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ രാത്രി ഹോസ്പിറ്റലായി മദ്യവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മദ്യം വിഷമാണ്, അത് ഉപയോഗിക്കരുത്. ഓക്കെ, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങോട്ട് വണ്ടി കൊണ്ട് ഇടിച്ച് അങ്ങേരെ വണ്ടിക്ക് സ്ക്രാച്ചായി. ഇത് മറ്റേ കൊച്ചി രാജാവ് സിനിമയുടെ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. മറ്റേ രംഭ വന്നിട്ട് അരിശ്രീയാശോന്റെ ഓട്ടോയിൽ ഇടിച്ച് അരിശ്രീയാശോന്റെ ഓട്ടോയ്ക്ക് കംപ്ലൈന്റ് ആകുമ്പോൾ അവസാനം രംഭ സ്ക്രാച്ചായെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോകും പൈസ. ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ദിലീപിനെ മണ്ണുണ്ണിന്ന് വിളിച്ചിട്ട് പോകില്ലേ, ആ ഒരു സംഭവമാണ് എനിക്കിവിടെ ഓർമ്മ വന്നത്. കാരണം അങ്ങോട്ട് പോയി ഇടിച്ചിട്ട് അവൻ്റെ പൈസ അവനെ പിടിച്ച് ഇടിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അടിപൊളിയായിട്ട് എന്തായാലും സൂപ്പറാണ് ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ്. ഇവനൊക്കെ പണത്തിന്റെ ഉങ്കാണ്. അതാ ഇവനൊക്കെ ഇത്രയും സീരിയൽ നടനും അങ്ങനെയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ളത് കൊണ്ടുള്ള ഉങ്കാണ്. പാവങ്ങളുടെ നെഞ്ചത്ത് ഇടിച്ച് കയറിയിട്ടാണ് ഇവന്റെയൊക്കെ കഴപ്പ് കാണിക്കുന്നത്. ഇതെന്തോന്നു പാവങ്ങൾ ആട്ടോക്കാരന്റെ നെഞ്ചത്ത് ഇടിച്ച് കയറിയിട്ടാണ്. പിന്നെ ചില ആട്ടോക്കാരുണ്ട് റോങ് ഒക്കെ കയറി വരാറുണ്ട്, റോങ് വെട്ടിയും തെറ്റിയൊക്കെ പോകാറുണ്ട്. നമുക്കിന്നെ പ്രാന്ത് പിടിക്കും. പക്ഷെ ഇത് അങ്ങേര് തെറ്റല്ല. അങ്ങേരെ അവിടെ നിൽക്കുകയും അങ്ങേരെ കൊണ്ട് അങ്ങോട്ട് ഇടിക്കുകയും ചെയ്തിട്ട് അങ്ങേരെ പിടിച്ചിടിച്ച അവസ്ഥയാണ്. എന്തായാലും കൂടെയുള്ള ഒരു ഓട്ടോക്കാരൻ പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോ ആൾക്ക് വലിയ സംഭവം ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പരാതി കാലത്തിന് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാണ്. ആൾക്ക് നെഞ്ചുവേദന ഇതാക്കിയിട്ട് ഭയങ്കര ഇതിലാണ്. എന്ന് വെച്ചാൽ ഒരാളോട് പോലും ഒരു നമുക്ക് അച്ഛനോ ചൂടാവുന്ന ഒരാളുണ്ട്. പാവപ്പെട്ട മനുഷ്യനാണ്. ഈ രീതിയിൽ വണ്ടി മുട്ടിയെന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, ആറ് മർദ്ദിക്കുമെന്ന് ആവശ്യമില്ല. അപ്പൊ മർദ്ദിച്ചു. അപ്പൊ വളരെ ടൂലാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നപ്പോൾ അത് ഭയങ്കര വിക്കാരപരമായിട്ട് 6 മണിക്ക് വരാമെന്നൊക്കെ രീതിയിലാണ്. അയാളുടെ വോട്ടവും പോയി അയാൾ മർദ്ദിക്കാൻ വളരെ ആവശ്യമാണ്. ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന. പോലീസ് എന്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? പോലീസ് ഇപ്പൊ എന്താ പറഞ്ഞേക്കണം നിങ്ങളുടെ അടുത്ത്? 6 മണിയാവുമ്പോ കേസ് നിലവിലെടുക്കാൻ 6 മണിക്ക് ആൾ വരുമെന്ന് പറഞ്ഞു. വക്കീലൊക്കെ ആയിട്ട് കൂട്ടിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അതാണ് നമുക്ക് വളരെ രീതിയിലുള്ള ശരിക്കും ദേഹോപദ്രവം ചെയ്തു. റാൻഡമായിട്ട് ചിലപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചില ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികം. പക്ഷെ അവിടെ കൈ വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് തീർക്കുക. അല്ലാണ്ട് ഈ കൈവച്ച് വലിയ പട്ടിഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പറയുന്ന ഓട്ടോക്കാരന്റെ നെഞ്ചത്ത് വെറുതെയാണ് ഇടിച്ചു തരാം. അവനെ ചവളയ്ക്ക് അടിച്ച് അടുത്ത് കുറുക്കിലടിച്ച് ഇടിച്ച് എന്തോന്ന് പറയാ, ഗുണ്ടായുസോ? സീരിയൽ നടനായത് കൊണ്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഗുണ്ടായുസോ നടത്തുന്നത്? മാന്യമായിട്ട് വയ്ക്കൂടെ? തെറ്റുകൂടെ നിങ്ങളുടെ ഭാഗത്താണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് നെഞ്ചത്തിടിച്ച് കയറുന്നത്? ഞാൻ സീരിയൽ നടനായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ കൂടിയ കാറുള്ളത് കൊണ്ടും ആ പാവപ്പെട്ട ഓട്ടോക്കാരൻ്റെ ഓട്ടോ ആയതുകൊണ്ടും നിനക്ക് അവനെ ഇടിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്.
ഇതൊക്കെ എന്തോന്നടേ നിങ്ങൾ കാണിക്കുന്നത്? പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ഇടിച്ചു കയറിയിട്ട് വല്ല കാര്യമുണ്ട്? തെറ്റുകൂടെ നിങ്ങളുടെ ഭാഗത്താണ്. അല്ലെ നിങ്ങൾ ഇനി ഒരു എക്സ്പ്ലനേഷൻ പറ. ഇപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരുടെ ഭാഗത്തും ചില സമയങ്ങളിൽ തെറ്റുണ്ടാവാറുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ടക്കൻ ഓട്ടോക്കാർ വളച്ചു പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, മനസ്സിലായേ? ഇൻഡിക്കേറ്റർ പോലും ഇടൂല, ടക്കൻ ഒരു ഒടിപ്പിടിക്കും. 3 വീലായിട്ട് ഇതിങ്ങനെ നേരെ ഒടിഞ്ഞങ്ങ് പോകും. പക്ഷെ ഇത് പറയണേ കേട്ടിട്ട് ആ ഒരാളുടെ ഭാഗത്തൊരു ജെന്യൂനിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. പക്ഷെ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോ സഹിതം നോക്കുമ്പോൾ ചുമ്മാ അവൻ്റെ നെഞ്ചത്ത് ഇടിച്ച് കയറിയതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്യണത്, മനസ്സിലായേ? ആ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായതിന് ഈ പറയുന്നത് പോലെ അവൻ്റെ നെഞ്ചത്ത് ഇടിച്ച് കയറുകയാണ്. ഇതൊക്കെ എന്ത് കഷ്ടമാണ്. എനിക്ക് എൻ്റെ ആളുടെ ഇടയ്ക്ക് ഒരു ബോണറ്റ് ഇടിച്ച് കയറത്തോളാം. ഫ്രണ്ട് ബോണറ്റല്ല, മറ്റേ ബമ്പർ ഇടിച്ച് ഇളക്കി കളഞ്ഞു. അവൻ ഞാൻ ഇവിടെ സൈഡിൽ ഒതുക്കുന്നു, അവൻ ഒറ്റ കൊണ്ടൊരു വളപ്പ് പൊളിച്ച് അവൻ്റെ ഒമിനി കൊണ്ട് ഇടിച്ച് കയറി. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ കുറേ റൈസായി, പിന്നെ ഞാൻ വിചാരിച്ച് വിട്ട്. അല്ല, നമ്മളൊന്നും ആരും ദേഹത്ത് കൈ വയ്ക്കത്തില്ല, മനസ്സിലായേ? അതൊക്കെ എന്തോ നൂളത്തനോടാ. പാവങ്ങളെ നെഞ്ചത്ത് നിന്നെക്കാളും കുറച്ചുകൂടിയൊക്കെ കൈക്കരുത്തും അല്ലെങ്കിൽ കുറച്ചുകൂടി പവറുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു നീയൊക്കെ ഇടിച്ച് കയറും, കുമ്പിട്ട് വഴി മാറിയിരിക്കും. അതല്ലേ ചെയ്യത്തുള്ളൂ. അല്ല, ഇത് പാവങ്ങളായതുകൊണ്ട് ഓട്ടോക്കാരായതുകൊണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇടിച്ച് കയറുന്നതാണ്. ഓട്ടോക്കാരെ പോലെ ഒത്തൊരുമയുള്ള ആൾക്കാർ വേറെ ഇല്ല, മനസ്സിലായ? അതുകൊണ്ട് ഓട്ടോക്കാരെ തൊടുമ്പോൾ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഇടിച്ച് പഞ്ചറാക്കിക്കളെ എന്നെ. എന്തോന്നല്ലേ നിങ്ങളൊക്കെ കാണിക്കുന്നത്? ഇതിപ്പം ഗുണ്ടായിസോ ഈ നടത്തിയത് ഈ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത്? നിനക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോക്കാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പൈസ മേടിക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോവുക, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ ഓട്ടോ തട്ടിയെന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ നെഞ്ചത്തല്ല ഇടിച്ച് കയറേണ്ട. അതും ഇടിച്ചെടുത്തിട്ട് അളവിൽ അടിച്ചെന്നും ഇടിച്ചെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ എന്തോ പറയാം, പക്ക ഗുണ്ടായിസ പരിപാടികളായി കാണിച്ചു കൂടുന്നത്. അർജുൻ, പേരർജുൻ. എനിക്കിങ്ങനെ ഒരാളെ അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം, പക്ക ഗുണ്ടായിസാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എന്തോന്നല്ലേ പാവപ്പെട്ടവന്മാരെ നെഞ്ചത്ത് ഇടിച്ച് കയറി ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്? തെറ്റുകൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് പറയുന്നത്, മനസ്സിലായ? നിങ്ങൾ മദ്യവെച്ചിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങേര് തിരിച്ചിടിക്കാതെ നിങ്ങളെയൊക്കെ നല്ല കാലം. പണവും പവറും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളെ നെഞ്ചത്തല്ല ഇടിച്ച് കയറേണ്ട. പണവും പവറും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കണം. അല്ല, പാവങ്ങളെ നെഞ്ചത്ത് ഇടിച്ച് കയറിയിട്ടല്ല ഈ പണവും പവറും കാണിക്കുന്നത്, മനസ്സിലായ? ഇതൊരുമാതിരി മറ്റേ അടുത്ത പേജിലെ സ്വഭാവമല്ലേ കാണിച്ചു കൂട്ടുന്നത്. ഇതിനെയാണ് ശുദ്ധ ഇല്ലായ്മത്തനം എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരുമാതിരത്തെ പരിപാടികൾ ഇനി കാണിച്ചു കൂട്ടാതിരിക്കുക, മനസ്സിലായി? ഇതിന് എന്തായാലും ഈ ഓട്ടോക്കാർ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പോലീസ് ആരെങ്കിലും ഒന്ന് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ട് അതും ഒഴുക്കി വിടാതിരിക്കും. എന്തോന്ന് പാവങ്ങളെ നെഞ്ചത്ത് ഇടിച്ച് കയറിയത്? എന്തോന്ന് വെള്ളരിക്കപ്പെടണോ? വെള്ളരിക്കപ്പെടണോ? പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? കഷ്ടം. ഓരോരുത്തന്മാർ രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.